അച്ഛനും പോയി തരുമോ? മനോട്ടാ, ഞാനുണ്ട്. മോളെ 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 മനു, ഇതാണോ നിന്റെ വീട്? ആ പാറോ, ഇതാണ് വീട്. നീ വാ. അന്ന് നീ വീഡിയോ കോൾ ചെയ്തപ്പോ വേറൊരു വീട്ടിൽ നിന്നല്ലേ ചെയ്തത്? അതാണ് വീട് വന്നിട്ട് വലിയൊരു വീടാണല്ലോ കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാനേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ കണ്ടതായിരിക്കും. പക്ഷെ അതെൻ്റെ വീടാണെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതാണ് എൻ്റെ വീട്. മനുവിന് എന്തോ ബിസിനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അച്ഛനും അമ്മയോട് ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും ഇതാണോ വീട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാറു, എടാ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിന്നെ ചതിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. എനിക്ക് നീ വേണ്ടിയിട്ടാണ് പാറു. നീ എന്താ ഇപ്പം ഇങ്ങനെ വീടും എന്തൊക്കെ നോക്കുന്നത്? എടാ, ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. നിന്റെ വീടും പൈസയും ഒന്നുമല്ല. അപ്പം നീ എന്നെയല്ലേ സ്നേഹിച്ചത്? എൻ്റെ വീടും സ്വത്തൊക്കെയാണോ? അല്ല, ഇത് നിനക്ക് പറ്റില്ല. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കുറച്ച് പൈസയൊക്കെ വേണ്ടേ? ഇവിടെയാണോ നമ്മൾ ഇനി കഴിയേണ്ടത്? പാറു, ഇപ്പം നീ ഇങ്ങോട്ട് വന്നില്ലേ? എടാ, ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി നല്ല അടിപൊളി ഒരു വീടുണ്ടാക്കാം, വലുത്. അവിടെ നീയും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രം. സ്ഥലം വാങ്ങിക്കാനും അവിടെ വീട് കെട്ടാനൊക്കെ വലിയൊരു പൈസ വേണ്ടേ? അതൊക്കെ മനുവിൻ്റെ അടുത്തുണ്ടോ? എടാ, മനുവേട്ടൻ കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീയും കൂടി വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊരു വീട് കെട്ടാൻ വേണ്ട. അല്ല, അത് വീട് എന്തായാലും നിൻ്റെ അച്ഛനെ ഇപ്പം എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അത് പിന്നെ വലിയ പ്രശ്നവും. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടൊന്ന് താലി കെട്ടിയാലോ? അല്ല, ഇപ്പോൾ എന്തായാലും പോലീസ് വരും. ഇൻ കേസ് പോലീസ് വന്ന് ചോദിച്ചാലേ ഞാൻ പിടിച്ചു കൊണ്ടുവന്നൊന്നും പറയല്ലേ. നീ നിൻ്റെ ഇഷ്ടപ്രകാരം വന്നെന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കും പ്രായപൂർത്തിയായല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല. പക്ഷെ പോലീസ് ചോദിക്കുമ്പോൾ നീ വേറെ മാറ്റി പറഞ്ഞാണ്ടല്ലോ, പിന്നെ ജീവിതകാലം മുഴുവൻ മനോട്ടൻ ജയിലിലായിരിക്കേ. ഇല്ല, മനോട്ടൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ മാറ്റി പറയൊന്നുമില്ല. അല്ല, എന്തായാലും പോലീസ് കേസൊക്കെ ഉണ്ടാവും. അപ്പം നീ മനോട്ടൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറയണേ. ചിലപ്പോൾ ഈ കാലി പിടിച്ചൊക്കെ പറയും. അത് നോക്കണ്ട, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് വലിയൊരു ട്രിപ്പ് പോകണം ബൈക്കിൽ, അതും കാശ്മീരിലേക്ക്. കാശ്മീരിലേക്കോ? ഏട്ടൻ്റെ ഈ ബൈക്കിലോ? അത് ഓൾറെഡി കംപ്ലൈൻ്റ് അല്ലേ? അല്ല, അത് മാറ്റും. അത് മാറ്റിയിട്ടേ നമുക്ക് അടിപൊളി ഒരു ബുള്ളറ്റ് എടുക്കാം, എന്നിട്ട് ഫുള്ള് കറക്കാം. എന്നാ വാ, ഇവിടെ തന്നെ നിൽക്കണ്ട, അത് തര്. അല്ല, അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അമ്മയും അച്ഛനും കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, കുറച്ച് ദൂരെയാ. ഇപ്പോൾ രാവിലെ പോയത്, എന്തായാലും ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വരുള്ളൂ. അല്ല, അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അവരറിഞ്ഞ പ്രശ്നമാവില്ലേ? പ്രശ്നമാവില്ലെന്ന് തള്ളി പറഞ്ഞാൽ പച്ചത്തെറിയായിരിക്കും പറയാം. അവരൊക്കെ ഡീസൻ്റ്, അവരൊന്നും പറയില്ല. നീ വാ, കേറി വാ. നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇരിക്കേ. ഇവിടെയോ?
നമ്മുടെ റൂം ഏതാ? നമ്മുടെ റൂമോ? ആക്ച്വലി ഇവിടെ ഒരു റൂമുള്ളേ, അതിലാണ് അച്ഛനും അമ്മയും കിടക്കുന്നത്. അമ്മയാണെങ്കിൽ വാതിലും പൂട്ടി പോയിരിക്കുന്നു. അല്ല, എപ്പോഴും ഞാനാ ഇവിടെ ഇവിടെ തന്നെ കിടക്കാറുള്ളത്. നമുക്കിവിടെ പോരെ? ഇവിടെയോ? ഇത് ഹാളല്ലേ, നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ട മനോട്ടാ? എടോ, ഇവിടെ പ്രൈവസിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എപ്പോഴും ആളുണ്ടായില്ല. അതിന് 2-5 പണിക്കൂ ജോലിക്കുവേ. പിന്നെ അപ്പം രാത്രിയൊക്കെ അല്ലേ വരുള്ളൂ. നിനക്ക് ഇനിയിപ്പോൾ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം. അമ്മ അച്ഛനും വന്നിട്ടേ അതിൽ ഒരു ലോഡ് സാധനം ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് പുറത്തിട്ടിട്ടേ നമുക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം. എന്തായാലും നീ ഇരിക്കും, ഞാൻ ചായയോ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമെന്തോ. തള്ള എവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. പച്ചവെള്ളം കൊടുക്കാം. അച്ഛാ, ആ ബെഡൊന്ന് മാറ്റി തന്നെ, ഭയങ്കര നടുവേദന. അച്ഛനെ എന്നാ പുതിയത് മാറ്റി തരാം കേട്ടോ മോളെ. അതിപ്പോ വാങ്ങിച്ചിട്ട് 5 മാസമല്ലേ ആയുള്ളൂ, അപ്പഴത്തേക്ക് ഇത് മാറ്റാനായാ? എന്റെ മോക്ക് നടുവേദന വരുന്നത് പറഞ്ഞു കേട്ടില്ലേ, എന്നിട്ട് അതിൽ തന്നെ കിടക്കാനാ? പിന്നെ പഴയത് എന്താ ചെയ്യാ? അത് എവിടെയും കൊണ്ടിടുന്നേ. എടോ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എല്ലാം ശരിയാവും. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ ജീവിതം. ഇപ്പൊ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, നീ പെട്ടെന്ന് മാറ്റി നമുക്ക് അമ്പലത്തിൽ പോയിട്ടൊന്ന് താലി കെട്ട് വരാം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കേട്ടോ, നീ ഉഷാറാ. വേറെ ഡ്രസ്സും ഇല്ല, അല്ല നിനക്ക് ഇതന്നെ മതി. ഞാനൊരു ടീഷർട്ട് ഇട്ട് വരാം. ആ ദേവി, ഞങ്ങളിപ്പോ കോടതിയിൽ നിന്ന് വന്നേ ഉള്ളൂ. അവള് ഞങ്ങളൊന്നും വേണ്ട കേട്ടോ. ചെക്കൻ്റെ കൂടെ കൊറേ കാല് പിടിച്ച് പറഞ്ഞു, ഒന്ന് നിൽക്കുമ്പോൾ അവനോട് പോണ്ട, നിന്റെ അച്ഛനൊന്നും അത്രയും സ്നേഹിക്കില്ലെന്നൊക്കെ. അവള് കേട്ടില്ലേ? എന്റെ കാര്യം വിട്, മൂപ്പന്റെ കാര്യം അറിയാലോ. മകള് വേണ്ടി തിന്നാണ്ട് കുടിക്കാണ്ട് ഒക്കെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. മൂപ്പര് വന്നപ്പോ തൊട്ട് അന്നൊക്കെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അപ്പം വിചാരിച്ചതാ അവള് എവിടെയോ പോയി തൊലയട്ടെ, പോയി നരകിക്കട്ടെ എന്നുള്ളത്. ശരി, പിന്നെ വിളിക്കാന്ന. ജാനകി, എൻ്റെ മോള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? എൻ്റെ കുട്ടിക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ തലവേദന വരും. എൻ്റെ മോള് മരുന്ന് എവിടെയല്ലേ? മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും എൻ്റെ മോള്? നിങ്ങൾ എന്തൊക്കെയാ കിടന്ന് പറയണത്? നമ്മളെ വേണ്ട അവൻ്റെ പോയതല്ല അവൻ്റെ കൂടെ. അവളോട് കിടന്ന് അനുഭവിക്കട്ടെ. എൻ്റെ കുട്ടീനെ ശപിക്കല്ലേ നീ? അങ്ങനെ വളർത്തിയതാ ഞാൻ. എൻ്റെ മോളെ ശപിക്കുന്നോ? അവക്ക് എന്തോ അങ്ങനെ തോന്നിയതാ. അവള് വരും, അവളെ അച്ഛൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ മോള് വരും. ഞാൻ പോയി കൂട്ടിട്ട് വരട്ടെ? കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയതല്ലേ. നമ്മളുടെ ഒന്നും വേണ്ടാവട്ടെ ആ ചെക്കൻ്റെ കൂടെ. എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തില്ല നമ്മളെ. ഇനിയിപ്പോ നിങ്ങൾ ആരും നോക്കി പോവാണ്. എൻ്റെ മോളുടെ ഡ്രസ്സൊക്കെ എവിടെയല്ലേ? എൻ്റെ മോള് മരുന്ന് തലവേദനയ്ക്കില്ലേ? എൻ്റെ മോക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ മോളെ? മോളെ
ഓ തലവേദന വരുമോ ജാനകി? ഓന്റെ ദൈവമേ, മോളെ എന്തിനാ പാവിങ്ങനെ ചെയ്തിട്ട് പോയത്? അമ്മ ആരോ ഇവിടെ എന്തൊക്കെ? ആ അതാ അമ്മ പറഞ്ഞു ഗ്യാസ് പെട്ടെന്ന് തീർന്നു, ഇനി അടുപ്പിൽ കത്തിക്കാനേ. അപ്പൊ കുറച്ച് വിറക് പെറുക്കിട്ട് വരാൻ പറഞ്ഞതാ. ആ അത് നന്നായി, അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കല്ലേ, അത് തീർന്നപ്പോ ആരാ മേടിക്കുക? വിറക് കത്തിച്ചാൽ മതി, കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാ? ഇത്രയും സ്ഥലമോ? എന്നാ പിന്നെ ഞാൻ കോടീശ്വരനല്ലേ. നമുക്ക് ആ 3 സെന്റ് സ്ഥലമല്ലേ, ഇതൊക്കെ വാങ്ങാൻ വെച്ചിട്ട് വേറെ ആരുടെ കയ്യിലുള്ളത്. അത് വിറകൊക്കെ എടുത്തു, അതും കുഴപ്പമില്ല, ആരും ചോദിക്കുന്നില്ല. അല്ല ഇന്ന് പണിക്ക് പോയില്ലേ? പണിക്കോ? ഞാനോ? ഇല്ല, ഇന്നത്തെ മഴക്കാലം കണ്ടപ്പോഴേ ലീവാക്കിയതാ, മഴ പെയ്തുമില്ല അതാ. ആ പിന്നെ മനോട്ടാ, ഈ തിങ്കളാഴ്ച എനിക്ക് എക്സാം തുടങ്ങണേ. അതിന് മുമ്പ് 5000 അവിടെ ഫീസ് അടയ്ക്കാണ്ട്. അത് അടച്ചില്ലെങ്കിൽ പിന്നെ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. ഏട്ടൻ എത്രയും പെട്ടെന്ന് കൊണ്ട് അടയ്ക്കുമോ? 5000? നല്ല കഥയെ. പറു, ഇനിയിപ്പോ എക്സാം ഒക്കെ എഴുതണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, ഇപ്പൊ ഇവിടെ എത്തിയില്ലേ, പോട്ടെ, ഒന്നും എഴുതണ്ട. അയ്യോ മനോട്ടാ, ഈ എക്സാം കൂടി എഴുതിയാലേ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എഴുതണം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നല്ലതല്ലേ. മനോട്ട് എന്തായാലും ഒന്ന് അടയ്ക്കണേ. എന്ത് സർട്ടിഫിക്കറ്റ്? എടാ പണ്ടത്തെ ഡിഗ്രി ഒക്കെ ഇപ്പൊ ഉണ്ടോ? വെറുതെ എടാ ഒന്നും വേണ്ടടോ, എഴുതിനും ഒരു കുഴപ്പമില്ല, നീ വിട്ടുകളാ. എന്റെ കൊച്ചേ, ഇവന് ഇനി ഡിഗ്രിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? 10ാം ക്ലാസ് തോറ്റിട്ട് പണിക്ക് പോയി ഇറങ്ങിയതാ. തള്ളേ, രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞല്ലേ, നിങ്ങളുടെ പണി നോക്കിയാ പോരെ. എന്താ മനോട്ടാ അമ്മനോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? പിന്നെ ആ തള്ള പറഞ്ഞത് കേട്ടില്ല നീ? എടാ ചെക്ക, വെറുതെ ഉരുണ്ട് കളിക്കാൻ നിക്കലടാ. നിനക്ക് പരീക്ഷ എഴുതാനുള്ള ഫീസ് അടയ്ക്കാൻ കഴിവില്ലെങ്കിലേ അതിൻ്റെ കഴുത്തിൽ ചെറിയ ചെയിനോ മോതിരം എന്തോ ഇല്ലേ, അതുകൊണ്ട് വിൽക്കുക, പണയം വെക്കുകയോ എന്തോ ചെയ്തിട്ട് പോയി ഫീസ് അടയ്ക്കാൻ നോക്ക്. നിന്റെ കൂടെ വന്നതോ അതിൻ്റെ ജീവിതമേ പോയി. നീ അത് പറയുന്ന കാര്യം ആക്കണ്ട കേട്ടോ. മനോട്ടാ, ഇതുകൊണ്ട് വിൽക്ക് പണയം വെക്കുകയോ ചെയ്തിട്ടേ ഇന്നെല്ലാം കൊണ്ട് ഫീസ് അടയ്ക്കേ. എനിക്ക് എന്തായാലും പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ. ഹലോ, അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പൈസ ഇല്ലാണ്ട് ചെറുപ്പത്തിൽ ഇട്ടാന്നല്ലേ, ഭയങ്കര ടൈറ്റ് പോലെ. കുഴപ്പമില്ല, നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ടേ അത് പിന്നെ നടത്താതെ ഇരിക്കണ്ട. ഞാൻ അത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടേ എൻ്റെ ഫീസ് അടയ്ക്കാം. നീ പരീക്ഷ എഴുത്, നന്നായി എഴുതണേ. ശരി. അളിയാ എവിടെ? എന്നാ പുറത്തിറങ്ങേ, ഒരു ചെറിയൊരു കോളത്തിട്ടുണ്ടേ. ഓളാ കയ്യിലൊരു ചെറിയൊരു മോതിരുണ്ടായിരുന്നു, അങ്ങ് അടിച്ചു മാറ്റിയല്ലോ അവള് തന്ന്. എന്തോ ഒരു 5000 റുപ്യൻ്റെ കാര്യമുണ്ട് അത്ര. ആ 5000 റുപ്യക്ക് അത് തന്നാലും ബുദ്ധിയൊന്നുമില്ലടേ. അല്ല, എൻ്റെ മൊബൈലിൻ്റെ EMI അടിക്കാനായി. നീ വാ, ബാറിൽ പോയിട്ട് 2.5 അടിക്കാം. ആടെ ഞാൻ മേടിച്ചേരും, എത്ര വേണം. ശരി എന്നാ. ഓക്കെ ശരി. രക്ഷപ്പെട്ടു. അയ്യോ, എൻ്റെ അമ്മോ, എന്ത് കാണാനാണ്. എന്താ മനു, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. പൈസ എവിടെ? കോളേജിൽ ഫീസ് അടിക്കാൻ പോണ്ടേ? എന്ത് കോളേജ് അടി? നിന്നോട് പരീക്ഷ എഴുതാൻ പോകണ്ട പറഞ്ഞല്ലേ? അതന്നെ ഇത് പോണത്. നീ എന്തൊക്കെയാ പറയണത്? കോളേജിൽ ഫീസ് അടയ്ക്കണം പറഞ്ഞില്ലേ ഞാൻ ഒരു മോതിരം അയച്ചു തന്നത്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? അതിന് ആണുങ്ങളായ കുറച്ച് കുടിക്കൊക്കെ ചെയ്യും. അതിന് ഭരിക്കാൻ നിൽക്കണ്ട കേട്ടാ. നീ കോളേജിൽ പോകണ്ട തന്നെ. മോനു കളിക്കാൻ നിൽക്കല്ലേ, എനിക്ക് എന്തായാലും എക്സാം എഴുതിയേ പറ്റൂ. എന്താടി ഞാൻ പറഞ്ഞേക്കുന്നില്ലേ?
നീ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഈ കോളേജിൽ പോകുന്നത്? മറ്റാനുണ്ടോ അവിടെ? അല്ല കുറേ എണ്ണം ഉണ്ടല്ലോ കോളേജിൽ. കയ്യും കണ്ണും കാണിച്ച ആ സ്പോട്ടിൽ പറയുന്നല്ലേ നീ. എത്ര ആളടി ഇപ്പൊ നിനക്ക് അവിടെ? ദേ കുറച്ച് മര്യാദക്ക് സംസാരിച്ചോട്ടാ. നിന്നോടൊക്കെ എന്ത് മര്യാദ സംസാരിക്കാണ്ടി? അല്ല നീ അല്ലേ പറഞ്ഞത് നിന്റെ അച്ഛനമ്മ അത്രയും നന്നായിട്ട് സ്നേഹിച്ച് വളർത്തിയാന്ന് നിന്നെയെന്ന്. എന്നിട്ട് എന്നെ 3-4 മാസം കാണാൻ വിളിക്കും, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ വന്നല്ലേ? ആ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പം എന്നെക്കാളും നല്ല ഒരുത്തനെ കോളേജിൽ കണ്ടാലേ നീ അവൻ്റെ കൂടെയും പോവില്ലേ? അവിടെ ഒരു കോളേജിലും പോകരുത്, എങ്കിലും വേണ്ട, അടങ്ങി ഇവിടെ ഇരുന്നോ റെഡി. മനു കളിക്കാൻ നിൽക്കല്ലേ. എനിക്ക് എന്തായാലും എക്സാം എഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ചൊക്കെ വെറുതെ ആയി പോവും. കോടിയാടന്ന് അട്ടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടാ. എൻ്റെ മൊബൈൽ കളി കുറച്ച് കൂടുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ അതിൽ കണ്ടാ എന്ന് പറയും ഞാൻ.